24 മണിക്കൂർ ഇവിടുത്തെ ജോലി ചെയ്ത് എന്റെ ഊപ്പാട് നിന്ന്. ആരാ? കാരാ? ഞാൻ ചോദിച്ചത് എന്നെ തിരിച്ചു പറയാനല്ല ചോദിച്ചത്. പേരാ ചോദിച്ച ആരാ? ക്ലേരാ കാരാ? ക്ലേരാ ക്ലാരയോ? എന്റെ പേരാണ് പറഞ്ഞത്, ക്ലാര. ആ, കല്യാണം കഴിച്ചതാണോ? നോക്കുന്നുണ്ട്. ഞാൻ നോക്കി കഴിഞ്ഞു. അയ്യേ, എവിടെയാ വീട്? ഇവിടെ അടുത്ത്. രക്ഷപ്പെട്ട്. എന്ത്? ദൂരത്തങ്ങാണായിരുന്നെങ്കിൽ പഴയതുപോലെ മനസ്സിൽ വെച്ച് ഒതുക്കേണ്ടി വന്നേനെ. മനസ്സിലായില്ല. കൺമണി അൻപോട് കാതലൻ ഞാൻ പാടും. പിന്നെന്താ പ്രശ്നം? ഇന്നെ അങ്ങോട്ട് കൊണ്ടുപോകണില്ല. എന്റെ വീട്ടുകാർക്ക് ഇങ്ങനെ വിളിക്കില്ല. എന്റെ വീട്ടിലേക്ക് ഇന്നെ നിർത്താൻ മരമ്മപ്പ പറഞ്ഞേട്ടാ പെരുന്നാളിന് ഭാവി പോണെന്ന് പറഞ്ഞിരിക്കണ്. ഓള് പോയി കുഞ്ഞോൾ ഭാവി പോയിട്ട് ഫസ്റ്റ് വന്ന ആളെ ഞാനാ. എന്നിട്ട് ഇന്നെ പറഞ്ഞേക്കാതെ അവരൊക്കെ പോയി എന്നിട്ട് ഇന്നോട് പോവാന് ഞാൻ സമ്മതിച്ചു കൊടുക്ക്. നടന്നേനെ മനസ്സ് മാനത്ത് കണ്ടോട്ടെ. പിന്നെ വേറെ പ്രശ്നമില്ല. അതൊക്കെ തന്നെ എനിക്ക് പറ്റൂല അങ്ങനെ. എങ്ങനെ പിന്നെ പറ്റൂല? ഭാവി പറഞ്ഞ എന്നോട് നെജ്ജി 2 ദിവസം പോയിട്ട് നിന്നിട്ട് പോരേന്ന്. അത് ശരി. ആ അങ്ങനെ പറ്റൂലല്ലോ. അങ്ങനത്തെ ഇന്നെ ഉണ്ടാക്കിയ നാളെ അങ്ങോട്ട് ഞാൻ ഉടനെ പോകും. നിനക്കുണ്ടാവുന്ന കൊച്ച് ആണാണെങ്കി മക്കൾ എന്തോ ഇട്ടു ഉടുപ്പ് നിക്കറ് മാറ്റിയിടും. അതാണോ ചോദിച്ച പേരിടുന്ന കാര്യമോ ചോദിച്ചത്? നല്ല പേരായിരുന്നു. വേണ്ട വേണ്ട വേണ്ട. എന്താ? ആൺകൊച്ചാണെങ്കിലേ അപ്പൂപ്പന്റെ പേരിട്ടാ മതി. ഓ, നല്ലൊരു ചോരക്കുറ്റിന്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ടങ്കോരൻ നോക്കി എങ്ങനെ വിളിക്കും? അപ്പച്ചി വെച്ച് കീച്ചുകളെ അപ്പൂപ്പനെ വല്ലതും പറഞ്ഞാൽ. പിന്നെ നീ വന്നേ, നീ അവളെ കൊണ്ട് പ്രസവത്തിന് ആശുപത്രിയിലൊന്നും പോയേക്കല്ലേടാ. പിന്നെ അവളെ പ്രസവത്തിന് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ ചെലവ് ഉണ്ടാകും. അയ്യോ, അച്ഛമ്മയ്ക്കൊന്നും അറിയത്തില്ല. അച്ഛമ്മേ, ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രി പ്രസവിച്ചാലേ 6000 രൂപ സർക്കാർ ഇങ്ങോട്ട് ആനുകൂല്യം തരും നമുക്ക്. ചുരുക്കി പറഞ്ഞ ഗവൺമെന്റ് ആണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. എന്റെ പൊന്നുകുഞ്ഞ, നിന്റെ അപ്പൂപ്പനുണ്ടായിരുന്ന സമയത്ത് ഈ ആനുകൂല്യം പോലെ ഉണ്ടായിരുന്നേ. നീയൊക്കെ ഏത് ലെവല് ജീവിക്കേണ്ട പിള്ളേരാണ്.